RC ബുക്കിൽ പേരൊന്ന് മാറ്റാൻ അല്ലെങ്കിൽ ശരിയായി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആക്കി മാറ്റുന്നതിന് ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിൽ കേവലമായ ഒരു മാറ്റത്തിന് വേണ്ടി കൊടുത്ത് 4, 5, 6 മാസമായി ലക്ഷക്കണക്കിന് വരുന്ന RC ബുക്കുകൾ എറണാകുളത്ത് സെൻട്രൽ പ്രസ്സിൽ കെട്ടിക്കിടക്കുകയാണ്. ഗൾഫിൽ പോകാൻ മറ്റ് പല ജോലിക്കും ആവശ്യമായി ഇത്തരത്തിലുള്ള ബുക്കുകൾ ആവശ്യമായിട്ടുള്ളവരെല്ലാം ശുപാർശ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ളവരെ കണ്ട് ശുപാർശ നടത്തി പ്രത്യേക ഉത്തരവുണ്ടെങ്കിലാണ് ഇപ്പോൾ RC ബുക്ക്. ഇങ്ങനൊരു ഭരണമുണ്ടോ സംസ്ഥാനത്ത്? RC ബുക്ക് കാര്യമെന്തോ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് പ്രസ്സിൽ ആവശ്യമായിട്ടുള്ള പണം കൊടുത്തിട്ടില്ല, പേപ്പർ വാങ്ങാൻ പൈസയില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. അതുപോലെ പെൻഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പെൻഷൻ കൊടുക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ വീണ്ടും 6 മാസത്തെ കുടിശ്ശികയായി. എങ്ങനെയാണ് ഈ പെൻഷൻ കൊടുക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ധനമന്ത്രി കഴിഞ്ഞ ദിവസം അസുഖമായി അദ്ദേഹം കുറച്ച് ദിവസം അവധിയിലായിരുന്നു. മരാമത്ത് മന്ത്രി വിദേശയാത്രയിൽ, ഉല്ലാസയാത്രയിൽ, മുഖ്യമന്ത്രി ഉല്ലാസയാത്രയിൽ, അതുപോലെ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കോയിൻസിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയും ഇന്തോനേഷ്യ ലക്ഷ്യമാക്കി തന്നെയാണ് നീങ്ങിയത്. പിന്നാലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്തോനേഷ്യയിലെത്തിയത്. എന്തായി ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം? പൊതുവേ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 മാസം പിന്നിടാൻ പോകുന്നു. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശനം, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ ഇത്തരത്തിലുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളിൽ നിശ്ചലമായിരിക്കുന്ന ഒരു ഭരണത്തിന് മുമ്പാകെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി തീർന്നിരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ പോകുന്നു, കോളേജ് തുറക്കാൻ പോകുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണം ഈ പ്രാവശ്യം സംസ്ഥാനത്ത് എങ്ങും നടന്നിട്ടില്ല. വലിയ തോതിലുള്ള വെള്ളപ്പൊക്ക കെടുതികൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഇതൊക്കെ കൃത്യതയോടുകൂടി ചെയ്യാറുണ്ട്, മുൻകാലങ്ങളിൽ ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനിടയിൽ പൊതുമധ്യത്തിൽ വന്നില്ല. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൻ്റെ ചെലവ് ശരാശരി 25-30%. പഞ്ചായത്തുകളുടെ റോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ നിവൃത്തിയില്ല, ഓട വൃത്തിയാക്കിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ മഴക്കാലത്ത് വലിയ തോതിലുള്ള ദുരിതങ്ങൾ പഞ്ചായത്ത്, കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഒരു ഗവൺമെൻറ് ഇല്ല. നേരത്തെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, ഗവൺമെൻറ് ഉണ്ടെന്ന ഫീല് വരുന്നത് ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വം ഉണ്ടാകുമ്പോൾ എവിടെ ഗവൺമെൻറ് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഭരണസ്തംഭനമാണ് സംസ്ഥാനത്ത്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നില്ല, മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല, ഒരു മന്ത്രിമാരും ജനങ്ങളെ കാണുന്നില്ല. വല്ലാത്തൊരു ദുരവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഈ ഭരണപരമായിട്ടുള്ള നിശ്ചലാവസ്ഥയ്ക്കെതിരായി സത്യത്തിൽ ഈ ഗവൺമെൻറ് അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അധികാരത്തിൽ തുടരരുത്. ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം, CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വർഗീയവൽക്കരണം, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മുതലിപ്പോൾ എന്നെയാണ് ആദ്യം വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങി. ഇപ്പോൾ ഷാഫി പറമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കുന്നതിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് സത്യത്തിൽ CPM ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കേരള സമൂഹത്തെ വർഗീയമായി, സാമുദായികമായ ചേരിതിരിവുണ്ടാക്കി വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ BJP നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം BJPയുടെ രാഷ്ട്രീയം അതാണ്. പക്ഷേ CPM പോലൊരു പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുകയും ആ പ്രചാരവേല ഏറ്റെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തതാണ്. ആ നിലയിലേക്കുള്ളൊരു വലിയ തകർച്ചയിലേക്കാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി തീർച്ചയായിട്ടും ഈ 4-ാം തീയതി റിസൾട്ടും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയാമെങ്കിൽ പോലും UDF എന്ന തലത്തിൽ തന്നെ ആലോചിച്ച് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്.